2005 മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കേസായിരുന്നു ആലപ്പുഴയിലെ രാഹുൽ എന്ന കുട്ടിയുടെ തിരോധാനം. വീടിന് സമീപത്തു നിന്ന് കാണാതായ 7 വയസ്സുകാരനായ രാഹുലിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. CBI പോലും നിരാശയോടെ മടങ്ങിയ കേസാണെങ്കിലും രാഹുലിന്റെ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുന്നു. അവൻ മടങ്ങി വരും എന്ന വിശ്വാസത്തിൽ. 2005 മെയ് 18 രാഹുൽ രാജുവിനെ കാണാതായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ രാഹുൽ ക്രിക്കറ്റ് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയി. 1 മണിക്കൂറിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി. വെള്ളം കുടിച്ച ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക്. പക്ഷേ പിന്നീട് തിരികെ വന്നില്ല. അമ്മയും കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ വ്യാപക തെരച്ചിൽ നടത്തി. ഫലമുണ്ടായില്ല. പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്ന് കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന പരാതിയുണ്ട് കുടുംബത്തിന്. അന്വേഷണം കൃത്യമായിട്ട് നടന്നതായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. ആ സമയത്ത് പോലീസ് വന്നു, അവിടെ കുഞ്ഞു വല്ലതൊക്കെ കൊണ്ടുവിടുന്ന് കടന്നു കളഞ്ഞു നോക്കുന്നൊക്കെ പറഞ്ഞ് അന്വേഷണം ഒരു വല്ലാത്ത രീതിയിലോട്ടായിരുന്നു. കാണാതായ ദിവസം താടി നീട്ടി വളർത്തിയ ഒരു ഭിക്ഷക്കാരനെ പ്രദേശത്ത് കണ്ടവരുണ്ട്. ഇയാൾക്കൊപ്പം രാഹുൽ പോകുന്നത് കണ്ടുവെന്ന സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. പിന്നീട് സുഹൃത്ത് മൊഴി മാറ്റി പറയുകയും ചെയ്തു. ഇതോടെ പോലീസ് അന്വേഷണവും ഏറെക്കുറെ അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം കേസ് CBI ഏറ്റെടുത്തു. ചെന്നൈ, മുംബൈ, കൊച്ചി യൂണിറ്റുകളിൽ നിന്ന് CBI ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കാൻ ആലപ്പുഴയിലെത്തി. പക്ഷേ CBIയുടെ ചരിത്രത്തിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്ന ചുരുക്കം കേസുകളിലൊന്നായി മാറി ആലപ്പുഴയിലെ രാഹുൽ തിരോധാനം. 20 വർഷങ്ങൾക്കിപ്പുറം അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. CBI ലാസ്റ്റ് പോകാൻ നേരം അവർ പറഞ്ഞ് കുഞ്ഞെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിരുന്നെങ്കിൽ ഇതിനോടകം നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേനെ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയെ ഞാൻ ഇന്നും കഴിയുക. എല്ലാവരും ഇന്ന് വരും, നാളെ വരും, എങ്ങനെയാലും ആരെങ്കിലും ജനങ്ങൾ അറിഞ്ഞ് പറയും നമുക്ക് എൻ്റെ മോനെ കിട്ടും. അവൻ്റെ ഓരോ വളർച്ച എൻ്റെ മനസ്സിൽ കണ്ട് ഞാനിങ്ങനെ ജീവിച്ചു പോവുക. മകനെ കണ്ടുപിടിക്കാനായില്ലെന്ന സങ്കടം പേറി അച്ഛൻ രാജു 2022 ആത്മഹത്യ ചെയ്തു. കേസും കൂട്ടവുമായി പോരാട്ടം നയിച്ച മുത്തച്ഛൻ ശിവരാമ പണിക്കർ 2019 മരിച്ചു. കേസന്വേഷണം അവസാനിപ്പിച്ചെന്ന് കാണിച്ച CBI 2015 കോടതിയിൽ റിപ്പോർട്ട് നൽകി. മകൻ തിരികെ വരുമെന്ന കെടാത്ത പ്രതീക്ഷയുമായി അമ്മ മിനി ഇന്നും കാത്തിരിപ്പാണ്.